My bag! Give me my bag! Stop. എടാ, സത്യം പറ, നിന്റെ എന്തെങ്കിലും ഇവർക്കിടെ നീ അവരുടെ ബാക്കിലെ കൈ കൊണ്ട് പിച്ചുകയോ മാന്തുകയോ എന്തെങ്കിലും ചെയ്തോ? എന്റെ അമ്മ ഞാൻ ചെയ്തില്ല. പിന്നെ അവര് ബാക്ക് എന്ന് പറയേണ്ട കാര്യം എന്താ? അത് വേറൊന്നുമല്ല, നമ്മള് മോഷണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവരെ കയ്യിൽ നിന്ന് ബാഗ് ഞാൻ അടിച്ചു മാറ്റി. ആണോ? അതിനാ ബാക്ക് എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു പുണ്ണാക്കുള്ള ഞാൻ തപ്പി. ഇല്ലേ? സോറി മാം, ഇവനെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പം ഈ കൈത്തരിപ്പുണ്ട്, അത് കാരണം അവൻ എടുത്തോണ്ട് ഓടിക്കളയും. കൈത്തരിപ്പ്. പക്ഷെ എന്നാൽ അതിനകത്ത് 10 പൈസ ഇല്ലായിരുന്നു. എന്നാ ഞങ്ങളുടെ ഭാഗം ഒരു 500 രൂപ ഇരിക്കട്ടെ. This is God's own country. 10 പൈസ അല്ല, ഗോഡ്സ് ഓൺ കൺട്രി പൊക്കോടുന്നു. പിന്നെ ആര് തുപ്പിട്ടിട്ടൊന്നുമില്ല. ആൾക്കാർ പൊളിഞ്ഞെന്ന് തോന്നണം കേട്ടോ. എന്താ ചെയ്യണ്ടേ ഇപ്പൊ? നമ്മൾ ആ വീട്ടിൽ കയറി മോഷ്ടിച്ച സ്വർണ്ണവും പണമൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇവിടെ ആകുമ്പോ സേഫ് ആയിട്ട് എവിടെയെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. സേഫായ സ്ഥലമാണെന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്ന സ്ഥലം കൊള്ളാം. കടപ്പുറത്ത് ഇവിടെ ആകുമ്പോ ആരും കാണൂലല്ലോ. എടാ, അക്കരെ എന്ന സായിപ്പിനെ വരെ ഇവിടെ കാണാൻ നമ്മളെ. ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടില്ല. എടാ, നീ ഇങ്ങനെ ആലോചിച്ച് കാട് കയറാതെ. കാട് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരും കൂടെ വരും. ഒന്നാമത് പോലീസിനെ പേടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പാലയുടെ പിറകെ മറിഞ്ഞിരിക്കാം. നമ്മളെ കണ്ടാൽ യുവ മിഥുനങ്ങളാണെന്ന് വിചാരിക്കും. ഒരു കാര്യം സത്യം പറ, അവിടെ എന്തോ കാണാനില്ലെന്ന് പറയണ. നീ എടുത്തെങ്കിൽ പറ. എടുത്തില്ല, ഞാൻ ആദ്യമായിട്ട് സ്ത്രീയെ കാണുന്നത്. ഹലോ, ഇവിടെ കിടന്ന് കരയില്ലേ? പോലീസുകാരൊക്കെ വരും. പിന്നെ ഞങ്ങളെ കൂടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം പറയാനൊന്നുമില്ല. എന്താ പ്രശ്നം? എന്താ കാണാതെ പോയത് എന്താണെന്ന് പറയാം, അടയാളം പറയാമെങ്കിൽ ഞങ്ങൾ വെളുത്തിട്ടാ, ഇത്തിരി ഉയരം കുറഞ്ഞിട്ട് മെലിഞ്ഞിട്ട്. ആണോ? ആണാണോ പെണ്ണാണോ? ആണാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ചോദിച്ചിട്ട് കാര്യം കണ്ടില്ലേ? ഇതിപ്പോ എന്ത് പറഞ്ഞാ പോകുന്ന? ഇത് പ്രശ്നം എന്താ? ഇത് അതെ, എന്റെ ഭർത്താവാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ വഴക്ക് കൂടിയായിരുന്നു. അപ്പൊ എന്റെ വായിന്ന് അറിയാണ്ട് 1-2 വീണ് പോയി. അതിന്റെ പേരിൽ രാവിലെ തന്നെ ഒരു കടലാസിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, കടലിൽ ചാടി ചാവാൻ പോവാന്നും പറഞ്ഞിട്ട് പോകുന്നതാ. ഈ 1-2 പറഞ്ഞപ്പോ ഭർത്താവ് ചാകാൻ വേണ്ടി പോയെങ്കിൽ ഈ ചേച്ചി 1-2 പറഞ്ഞത് എന്ത് കടുപ്പത്തിലായിരിക്കുമല്ലോ. നിങ്ങൾ ചത്തില്ലായിരുന്നോ? ഞാൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് പോകുന്നതല്ലേ, പിന്നെ എന്താ നീ എന്നെ പുറകെ വന്നത്? അത് തന്നെയാണ് പുറകെ വന്നത്. നിങ്ങൾ ഈ ആത്മഹത്യ കുറിപ്പിന്റെ ലാസ്റ്റേ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല, അത് ഇൻഷുറൻസ് എനിക്ക് തന്നിട്ടുള്ളതാണോ? അത് പേന തെളിയാത്തോണ്ട് കുത്തി വരച്ചു വെച്ചാ. അതായിരുന്നാ? എന്നാ പിന്നെ പോയി ചത്തോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ വരരുത് കേട്ടോ. ഇതെന്നാ ഒരു നിസാര കാര്യത്തിന് ചേച്ചി 1-2 പറഞ്ഞെന്നും പറഞ്ഞ് ചേട്ടൻ ചാകാൻ പോണൊക്കെ മോശമാണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാ ടെൻഷൻ. ഇവിടെ 1-2 നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ അമ്മ ഈ കടല നീന്തി കിടന്ന് അക്കരെ കിടക്കും. അതുപോലത്തെ 1-2 അവള് പറയണത്. അതെങ്ങനെ ഒന്ന് പറയാമോ? ഇതെന്താ പ്രശ്നം എന്ന് പറ. ഒരു കുടുംബമാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പറഞ്ഞു തരാം. ഞങ്ങൾ നമ്മൾ ഒന്നിച്ച് പോകത്തില്ല. ഇവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എന്റെ അകത്ത് മുഴുവൻ ഉപ്പാന്ന്. ഉപ്പെന്ന കാര്യത്തിനാണോ ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്നത്? ഉപ്പ് കഴിച്ചിട്ട് ഇത്ര നാളായി ഉപ്പ് കഴിക്കാൻ തുടങ്ങിയെന്നറിയാമോ? ഞാൻ അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോ കോപ്പ് കടലിലും ഉപ്പ്. എങ്ങനെ ആത്മഹത്യ ചെയ്യും? അല്ല, ഇതെന്നാ സാധനം? ഇതെന്നാന്ന് അറിയാമല്ലോ. എന്താ ഒഴുകി വന്നാ ഞാനിങ്ങ് എടുത്തോണ്ട് പോകുന്ന. ഇത് കേരളത്തിന്റെ കുറ്റിയാ. ആരാണ്ട് കടലിൽ തള്ളിയതാ ഈ സാധനം. എന്നാലും വേണ്ടിയല്ല, ഞാൻ വീട്ടിലേക്കില്ല. ഞാൻ പറയാം, മര്യാദക്ക് നിങ്ങൾ വന്നു, അല്ലെങ്കിൽ അവരെ കൈ മുമ്പ് തന്നെ കയ്യിൽ നിന്ന് മേടിക്കും നിങ്ങൾ. അത് ശരി, നീ വീട്ടിൽ കൊണ്ടിട്ട് എന്നെ തല്ലാനുള്ള തല്ലാനുള്ളതാ ആണല്ലേ? എന്നാ അതിനു മുമ്പ് നിന്നെ ഞാൻ ശരിയാക്കാം. ഞാൻ ഭൂതം. ഭൂതേ, നമ്മുടെ ഇത് സിനിമയിലൊക്കെയുള്ള ഭൂതമില്ല, ഭൂതം. ആ ഭൂതമാണ്. സത്യമായിട്ട് ഞാൻ ഭൂതമാണേ. ഒന്ന് പൊക്കാൻ അവിടുന്ന്. ഡിസ്കോ രവീന്ദ്രന്റെ കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ട് ഭൂതാണെന്ന്. നമുക്ക് പോവാ. എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ ഭൂതമാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. സാധാരണ ഭൂതം കുപ്പിക്കാന്നല്ലേ? അത് ഞാൻ പറയാം. ഞാൻ കുപ്പിക്കകത്തായിരുന്നല്ലോ അകത്ത് കിടന്നത്. അപ്പോഴാണ് ഈ കുറ്റി വെച്ച് ആരും എറിഞ്ഞത്. കുപ്പി അങ്ങ് പൊട്ടി, ഞാനങ്ങ് ഫ്രീ ആയി. ഞാൻ നിങ്ങളെ 4 പേരുടെ അടിമയായിപ്പോ. അടിമയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്താ ആഗ്രഹങ്ങൾ ചോദിച്ചാലും ഞങ്ങൾക്ക് എന്ത് ആഗ്രഹം ചോദിച്ചാലും ഞാൻ സാധിച്ചു. ആണോ ഭൂതവാ? എന്നാ ശരി, അപ്പൊ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? നമ്മളാരാ മനസ്സിലായില്ലെന്ന്? ഫ്രണ്ട്സ് അല്ലേ? അത് ഞങ്ങൾ ഈ കടല് കാണാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളാണ്. അത് പിന്നെ ഇവിടെ എന്ത് കാര്യം? ഞാൻ കൊണ്ടുവന്ന ഭൂതമാണ്. ഞാനാണ് ഇതിനകത്ത് അടിച്ച് പുറത്താക്കിയത്. അതല്ല, അപ്പൊ ഞങ്ങളുണ്ടായിരുന്ന ഭൂതം ഇവർ പറഞ്ഞ കേട്ടാ. ഞങ്ങളിപ്പോ ഇവർ ചേർക്കണല്ലോ, ഭൂതത്തിന്റെ കൂട്ടുകാരാണോട്ട് വിശ്വസിക്കണല്ലോ. അയ്യോ,
ഇവരെ നിങ്ങൾ കൂട്ടണം. അതെന്തിനാ? ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ 4 പേരെയാണ് കണ്ടത്. അപ്പൊ നിങ്ങൾ 4 പേരെ അടിമയാണ് ഞാൻ. ആണല്ലോ ഇപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ വരാം. ഞങ്ങൾ ചോദിക്കാം. ഞങ്ങൾ ആദ്യം ചോദിക്കും വരം. അല്ല ചോദിക്കുമ്പോ ഞങ്ങൾക്കൊരു വീട് വരട്ടെ. നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? സ്ഥലമില്ല. സ്ഥലമില്ലാതെ വീട് ഞാൻ പഞ്ചായത്ത് മെമ്പറാണോ? ഞാൻ ഭൂതമല്ലേ? സ്ഥലമില്ലാതെ. സ്ഥലമുണ്ടെങ്കിൽ ഞാൻ കുപ്പിക്കകത്ത് കയറി കിടക്കും. പിന്നെ എന്താ ഭൂതാണോ താൻ? അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറയുമ്പോ തരുന്നതാണ് ഭൂതം എന്ന് പറഞ്ഞത്. നീയാണ് ഭൂതാണോ? എന്നെ വേണ്ടെന്ന് അല്ല പിന്നെ നമ്മളോട് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ ആശിച്ചു നോക്കിയിട്ട് ഇത് നടക്കാന്ന് പറഞ്ഞ പിന്നെ സുഹൃത്തെ നമ്മൾ എന്തെങ്കിലും പോണോ ഭൂതാന്ന് എന്താ തെളിവെന്താ? അയ്യോ പാവം ഞാൻ മഹാഭാവം ഞാൻ പറയുവാണെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാളാ. പട്ടി കരയാണല്ലോ പോകണമല്ലോ. പോകല്ലേ ചോദിക്കേണ്ട രീതി ചോദിക്കണം. വരം ഞങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചോദിച്ചല്ലോ വലിയ ആള് കളിക്കണേ. ഭൂതമേ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ചോദിക്കൂ. പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അദൃശ്യനാകാനുള്ള ഒരു കഴിവ് തരണം. എനിക്ക് ഉള്ള കഴിവ് ചോദിക്കടാ. ഇല്ലാത്ത കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി തരും. എടാ ഊള നീ അതാണോ ഇവിടെ വന്ന് പറഞ്ഞത്? എല്ലാരും അടിമയാണോ തരാന്ന് പറഞ്ഞിട്ട്? എവിടുത്തെ ഭൂതാണ്? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ കുറ്റിക്കകത്തായിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ കിടന്ന് കുറെ കഴിവെല്ലാം അങ്ങ് പോയി. ഇപ്പൊ ഞാൻ ഒരു 3 വരം തരാം. 3 വരം. നിങ്ങൾ 3 വരം ചോദിക്കും. നിങ്ങൾക്ക് എന്നാ രീതിയിലുള്ള വരാന്ന് പറ, നല്ല ചോദിക്കാൻ പറ്റും. അത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പറ, ഞാനത് കൊണ്ട് കാണിച്ചു തരാം. ഡ്രൈവറാണോ ഇയാളെ പറഞ്ഞു വിട്ടേ. ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാലോ. അത് ഞങ്ങൾ പറയാം. ഞങ്ങൾ പറയാം. എന്നാ പണ അതെ ചേട്ടൻ എന്നെ ഊട്ടിയിലും കൊടൈക്കനാലും കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് വേണം ചേട്ടാ. അത് വല്ല മാറിപ്പോയാ പോലെ. അതല്ലെന്ന് ഇങ്ങനെ മഞ്ഞുള്ള സ്ഥലത്ത് വേണം. മഞ്ഞനിക്കരി പോയാ മതി. അതല്ല ഈ മഞ്ഞൊക്കെ മാറിയിട്ട് സിനിമയിലൊക്കെ കാണൂലേ ഭാര്യയും ഭർത്താവൊക്കെ കൂടി മഞ്ഞുള്ള ഒരു സ്ഥലത്ത്. അയ്യോ മുളക് പൊടിയൊക്കെ കിട്ടണ സാധനം ചില്ലി ഹിമാലയത്തിലുള്ളതാ. കാശ്മീരി. അതെ ഞങ്ങൾക്കൊന്ന് കാശ്മീരിൽ പോണം. അത്രേ ഉള്ളൂ. സാധിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ? ജിംബ്രീം ക്രീം. അയ്യോ കാശ്മീരായി. മനുഷ്യനെ തണുത്തിട്ട് നിൽക്കാൻ പാടില്ല ഇവിടെ. ഇവരുടെ കൂടെ നമ്മൾ വരുമോ? എന്താ എന്താ എന്നാ പ്രശ്നം? ഇനി ഐസ് വേണോ? അല്ല അതല്ല ഐസിയുവിൽ പോവാൻ ചേട്ടന് വലിവ് തുടങ്ങിയത്. വല്ല കാര്യമുണ്ടോ? മര്യാദ അവിടെ നിന്ന് ഇവിടെ കാശ്മീരിൽ കൊണ്ടുവരണം. വല്ല കാര്യമുണ്ടോ? ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ. അടുത്ത വരെ നമുക്ക് ചോദിക്കാമല്ലോ. അതെ നമ്മളിപ്പോ എന്ത് പറയാൻ ചോദിക്കും? പോലീസുകാരും ആരും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തോട്ട് പോകുന്നു പറയാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും കൊടും കാട്ടിലേക്ക് കൊണ്ടാകും. അതേ ഭൂതമേ ശരിയാക്കി തരാം. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരാരും അങ്ങനെ കാണാത്ത ഒരു കൊടും വനത്തിലേക്ക് ഞങ്ങളെ വിടണം. അത്രേ ഉള്ളൂ. കൊറേ ആമകൾ എഴിഞ്ഞു പോകണ്ട. ആമസോൺ കാടാന്ന് തോന്നുന്നു. ആണാ ആമകൾ എഴിഞ്ഞു പോണത്. ഒട്ടത്തിന് പുറത്തൊരു പക്ഷി ഇരിക്കുന്നു. അതാണ് ഒട്ടക പക്ഷി. ആണ്, കാട്ടിൽ കയറിയിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അതെ സന്തോഷായി. പേടിയാണ്. ഇനിയിപ്പോ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യം. ഈ കൊടുങ്കാട്ടിൽ നമ്മളെ പിടിക്കാൻ ആരും വരില്ല. ഒരു പോലീസ് എത്തത്തില്ല. ഓക്കെ നമുക്ക് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളോട് അടിച്ചോണ്ട് നമുക്ക് എവിടെയെങ്കിലും പോവാം. എടാ ജാടേ ഇവിടെ ഒന്നരാ. നീ ഭയങ്കര ജാടായിരുന്നല്ലോ പൂവത്തിനോടൊക്കെ. കഴുത്തെ കിടക്കണത് കൈ കിടക്കണത് ഊരിക്കും. അല്ല നമ്മളെ 4 പേര് ഒന്നിച്ചല്ലേ 5 പേര് ഒന്നിച്ചല്ലേ വന്നേ? അല്ല നിങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും അല്ല. ഞങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് അറിഞ്ഞോളൂ.
ഒരു സാധനം ഇട്. ദേ, ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഒരു വരം കൂടെ മിച്ചമുണ്ട്. ഇവിടെ ജീവിക്കണ്ടെങ്കിൽ മര്യാദക്ക് നിങ്ങൾ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ആ വരം കൂടെ മേടിച്ച് ഇവിടുന്ന് പൊക്കോളണം. പിന്നെ ഞങ്ങളെ ഇവിടെ എങ്ങാനും കണ്ടെന്നെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയൂല. ഉടലെടുക്ക് ഞങ്ങള്. അവന് വിട്ടാ വരം തന്നതല്ലേ. മര്യാദക്കെങ്കിൽ മര്യാദക്ക് കേട്ടല്ല. നിനക്ക് തൃപ്തിയായാലോ? നിന്റെ ഫ്രണ്ട്സ് ആണ്, മലയും കൊണ്ട് പോയി. അതെ, അമ്മാരാരെന്നറിയോ? അമ്മ തിരിമുടിച്ച കള്ളന്മാരാ. ഒളിച്ചു താമസിക്കാൻ വേണ്ടി അമ്മ കാട് ചോദിച്ചു ഇങ്ങോട്ട് വന്നത്. എല്ലാം കൊണ്ടുപോയല്ലേ? കൊണ്ടുപോയി ചേട്ടാ. ഒന്നും പേടിക്കണ്ട, അവന്മാരെ ഇപ്പൊ കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരും, കണ്ടോ? ആ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കോ രക്ഷയ്ക്ക്, അല്ലെങ്കിൽ നരഭോജികൾ ഞങ്ങളെ കൊന്ന് തിന്നും പ്ലീസ്. നീയൊക്കെ അനുഭവിക്കണം. എടാ നീയൊക്കെ ഇവരെ മാലയും വളയൊക്കെ എടുത്തോണ്ട് പോയില്ലേ? നീയൊക്കെ അനുഭവിച്ചാ പറ്റത്തുള്ളൂ. ഒരു വരം കൂടി ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കും അത്. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ ചോദിച്ചു, രണ്ടാമത് നിങ്ങൾ ചോദിച്ചു, മൂന്നാം കത്തി കൊണ്ടുള്ള പരിപാടി ഞങ്ങൾ അടുത്ത വരക്കാരാണ്. ഞങ്ങൾക്കാണ് വരം. നമുക്കൂടി രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം പറ്റിയ സ്ഥലം തരാം. ഞങ്ങളുടെ മാലയും വേണമെങ്കിൽ ഇതിനകത്ത് എല്ലാ സ്വർണ്ണമുണ്ട്. രക്ഷപ്പെട്ടാ മതി പ്ലീസ്. ഞങ്ങളെ ഒറ്റ കൊടുക്കാതെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതിയില്ല. ചേട്ടാ എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പിള്ളേരെ വീട്ടിൽ പോകാന്ന് പറ. ചെവി പറയാം. അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടു. യാതൊരു പക കൊട്ടാരമാ. എടാ ഗാന്ധിജി, ജംഗ്ഷനിൽ കയറി ബസ് ചെയ്ത് പോവാം. കാലം ചുറ്റി. ഇതേതോ കാടാണെന്ന് തോന്നുന്നു. ആരണ്ട് വള്ളിയും ചുറ്റി വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഓടല്ലേ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കേരള ഗവൺമെന്റ് പാരിതോഷികം പ്രഖ്യാപിച്ച 2 പെരുങ്കള്ളന്മാര് എന്റെ കസ്റ്റഡിയിൽ, എന്റെ സ്റ്റേഷനിൽ, ഞാൻ പോലും അറിയാതെ. ഓ, എനിക്ക് പ്രൊമോഷൻ ഉറപ്പിച്ചു. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളാണ് 10 ലക്ഷത്തിന്റെ ഉടമകള്. ഞങ്ങളാണ് ഇവരെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. താങ്ക് യു വെരി മച്ച്. ഇതാരാ? ഇത് ഇവരുടെ അച്ഛൻ. ഈ വേഷത്തിൽ ഈ ലെഗിൻസ് ഒക്കെ പുള്ളി ബാലക്കാരനാ. ബാല കഴിഞ്ഞ് വന്ന വഴിയാ. ഇവരും പാലക്കാരായി. അതെ. ഓക്കേ, ഒരുപാട് താങ്ക്സ്. ഒരുപാട് നന്ദി. അതെ, എന്റെ കഴിവെല്ലാം തീർന്നു പോയി. അപ്പൊ ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുവാ. അയ്യേ, അതെ, ഏതായാലും ഈ പെണ്ണിന്റെ അച്ഛനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നിങ്ങളുടെ അച്ഛനാന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളായിട്ട് ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത്. കുഴപ്പമില്ലടി. 10 ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലേ? നമുക്ക് നല്ലൊരു ബിസിനസ് കൊടുക്കണം. അതാണ് ഞാൻ പറയാം. നമുക്ക് ഈ കടൽ വെള്ളം വറ്റിച്ചിട്ടേ ഉപ്പുണ്ടാക്കുന്ന ഉപ്പ് ഫാക്ടറി തുടങ്ങാം. എന്റെ അമ്മ അലമ്പല